ചാരുമൂട് കരിമുളയ്ക്കൽ പന്തിരുകുല സനാതനധർമ്മ ഗുരുകുല ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആധ്യാത്മിക സമ്മേളനം നടത്തി. സ്വാമി അദൃശ്യ കാട് സിദ്ധേശ്വര ഉദ്ഘാടനം ചെയ്തു. ചാരുമൂട് കരിമുളയ്ക്കൽ പന്തിരുകുല സനാതനധർമ്മ ഗുരുകുല ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ആധ്യാത്മിക സമ്മേളനം നടത്തിയത്. വെട്ടിക്കോട് നാഗരാജ ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം. മഹാരാഷ്ട്ര കോലാപൂർ ക്ഷേത്ര സിദ്ധഗിരി മഠം മഠാധിപതി സ്വാമി അദൃശ്യകാട് സിദ്ധേശ്വര ആധ്യാത്മിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭഗവാൻ നമുക്ക് ജലം നൽകി നോക്കും. ഇതെല്ലാം നൽകിയിരിക്കുന്ന ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല, സർവ്വ ജീവജാലങ്ങൾക്കും പ്രാണികൾക്കും വേണ്ടിയാണ് ഇതെല്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്. ജലം തന്നെ നമുക്ക് ഉപയോഗിക്കുന്നത് ഏത് വിധത്തിലാണെന്ന് ये सभी को सब देने वाले जो भगवान है, इसीलिए उसको भगवान कहा गया है कि वो कुछ न कुछ दान करता रहता है, देता रहता है बिना कोई अपेक्षा के। देने वाला जो भगवान है वो किसी से कुछ भी अपेक्षा नहीं करता है, वो सब देता रहता है. നമുക്ക് എല്ലാം നൽകുന്നത് ഭഗവാനാണ്. അദ്ദേഹം ഒന്നും ഇങ്ങോട്ട് അപേക്ഷിച്ചിരിക്കുന്നില്ല, അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. हमने आज तक कोई भी ये सूर्य का या रात्रि चंद्र का लाइट बिल कभी भी नहीं भरा है. പന്തിരുകുല ആചാര്യൻ സ്വാമി ശിവാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. കാരണം എല്ലാവരും ഒരമ്മ പെറ്റ മക്കളെ പോലെ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരമ്മ പെറ്റ മക്കളാകുന്ന പൈതൃകം ധർമാചരണത്തിന്റെ മാർഗദീപമായി പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ജ്യോതി കാണാതെ എന്തൈക്യമെന്നാണ് മഹാകവി അക്കിത്തമച്യുതൻ നമ്പൂതിരിപ്പാട് ഈ ഭദ്രദീപ പ്രയാണ വിളംബര സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ആ തലത്തിലേക്ക് ജസ്റ്റിസ് പി.ആർ. കൃഷ്ണയ്യർ അദ്ദേഹവുമായിട്ട് ഞാനൊരു പരിപാടിയിൽ എറണാകുളത്ത് പങ്കെടുത്തപ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത് പറഞ്ഞത് ആധ്യാത്മിക രംഗത്ത് ഒരു വിപ്ലവാത്മകമായ മാറ്റമാണല്ലോ. ജസ്റ്റിസ് പരിപൂർണൻ സാറിനെ കണ്ട് ദക്ഷിണ കൊടുത്ത് ഞാൻ ശൃംഗേരിയിലേക്ക് പുറപ്പെടാൻ പോയപ്പോൾ ജസ്റ്റിസ് പരിപൂർണൻ സാറിനോട് പറഞ്ഞത് 20,000 വർഷത്തിന് മുമ്പ് സ്വാമി ഇവിടെ 3 ശാഖകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അഗ്നിശാഖ, ഒന്ന് ശക്തിശാഖ, ഒന്ന് വരുണശാഖ. പി ഗോപി സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ വി മധുസൂദനൻ നായർ മുഖ്യ അതിഥിയായിരുന്നു. ദിവ്യ പ്രഭശ്രീ പുരസ്കാരം പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് സമ്മാനിച്ചു. ഡോക്ടർ സുരേഷ് മാധവ് പ്രശസ്തി പത്രം വായിച്ചു. അദൃശ്യകാട് സിദ്ധേശ്വര പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. സ്വാമി നിത്യാനന്ദ ഭാരതി, അനു കുഞ്ഞുമോൻ കരിമുളയ്ക്കൽ, മധു എസ് എന്നിവർക്ക് ആദരവ് നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.